നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴ ഉണ്ടാകാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. മൺസൂൺ മാറി തുടങ്ങി, പിന്നീട് വീണ്ടും ശക്തമായ മഴയുടെ സാധ്യതയുണ്ട്. തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ സംസ്ഥാനത്ത് മഴയുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ വ്യാഴാഴ്ച വരെയല്ല, ഇനി തുടരുന്ന 3 ദിവസത്തേക്ക് ശക്തമായ മഴയുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത 5 ദിവസവും കൂടി സംസ്ഥാനത്ത് വിവിധ ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ മാത്രമല്ല, അല്ലാതെയുള്ള ജില്ലകളിലുമൊക്കെ തന്നെ ഇപ്പോൾ അലേർട്ടുകൾ ഇല്ലാത്ത ജില്ലകളിലും രാവിലെ മുതൽ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് നാളെയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ പെട്ടെന്നുണ്ടാകുന്ന മഴയുടെ സാധ്യതയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. അടുത്ത 3 മണിക്കൂറിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ആണ്. പക്ഷേ അവിടെ ഇടത്തരം മഴയ്ക്ക് അടുത്ത 3 മണിക്കൂറിൽ സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഇടത്തരം മഴ ലഭിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ശക്തമല്ലാത്ത മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ദതയിലാണ് മൊത്തത്തിൽ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ. വെളിച്ചമുണ്ട്, അതായത് സൂര്യപ്രകാശത്തിൽ ഒരു മന്ദത നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പൊതുവെ കാറ്റും അതുപോലെ തന്നെ മഴയുടെ ഒരു നീക്കവും ഒക്കെ തന്നെയുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. അടുത്ത 4 ദിവസത്തേക്ക് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് തെക്കൻ കൊങ്കൺ തീരം, ഗോവ തീരം, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലാണ് മുന്നറിയിപ്പ് ഉള്ളത്. ഇവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിലുള്ള ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കേരളത്തിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിലാണ് വിവിധ ജില്ലയിൽ മഴ പെയ്യാനുള്ള സാധ്യതയുള്ളത്. ഇടത്തരം മഴയ്ക്കാണ് സാധ്യത ഉള്ളത്. അടുത്ത 4 ദിവസത്തേക്ക് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് തെക്കൻ കൊങ്കൺ തീരം, ഗോവ തീരം, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലാണ് മുന്നറിയിപ്പുള്ളത്. കന്യാകുമാരി പ്രദേശങ്ങളൊക്കെ തന്നെ മഴ ഉള്ളതിനാൽ കൂടി ആയിരിക്കണം തിരുവനന്തപുരത്തും ശക്തമായ മഴ ഉണ്ടാകുന്നത്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് അവസരമുണ്ട്. അതുപോലെ തന്നെ 60 കിലോമീറ്റർ വരെയും വേഗതയിലുള്ള ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഉണ്ട്. എന്തായാലും മഴയുടെ ഒരു സാന്നിധ്യമുണ്ട്. സ്കൂളുകൾ ഉണ്ട്, ഓഫീസുകളുണ്ട്. എന്തായാലും സ്കൂളുകളിലേക്കും ഓഫീസിലേക്കും പോകുമ്പോൾ ഒക്കെ തന്നെ കുട കരുതുക. മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് കരുതുക. ഒപ്പം ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർ റെയിൻകോട്ട് മറക്കാതെ എടുക്കുക.